മോർണിംഗ് ഗൈസ്, മോർണിംഗ്. മന്നെ ചക്കപ്പ എനിക്ക് മന്നെ ഗൈസ്, ഇതാണ് ചക്കപ്പൻ 2.0. മന്നെ എണീക്ക്. എന്താ മന്നെ എണീക്കണ്ടേ? പോണ്ടേ? ഇന്ന് ഞങ്ങൾക്ക് വർക്കല സ്റ്റേയിലേക്ക് പോകണം. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്താണ്. ഒരു സീസൈഡ് റിസോർട്ടാണ്. സീസൈഡ് റിസോർട്ട് എടുത്ത് നമ്മൾ ചെക്ക് ഇൻ ടൈം ഒരു നൂൺ ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എറണാകുളമാണ് ഇന്നലെ സ്റ്റേ എടുത്തത്. അപ്പോൾ ഒരു ഷോർട്ട് നൈറ്റ് മാത്രമായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി വർക്കലേക്ക് പോകണം. എണീക്കണോ? എണീക്ക്. ഗായ്സ്, ഇവന് ബെഡില്ലായിരുന്നു. ഇവന് എടോ എന്താടോ എന്താ കാണിക്കുന്നത്? അങ്ങനെയൊന്നും ഒഴിക്കാൻ പാടില്ല. ഒരു മനുഷ്യനല്ലേ? ഈ കണ്ണു ചോരല്ലടോ. പാവം നേരെ പണി കഴിഞ്ഞ് വന്ന് കിടന്നുറക്കുന്ന ഇവന് ആക്ച്വലി ബെഡില്ലായിരുന്നു ഗൈസ്. അപ്പോ ഇവിടെ ലിങ്ക് കയറി വന്നതാണ് ഗൈസ്. ചായ കിട്ടോ? ചായ മോനെ ചായ കിട്ടോ? ചായ കിട്ടുവോ? ചായ കിട്ടുവോ? ഞാനെന്നല്ലേ വിളിച്ചേ? ഇവനല്ലേ? ഞാൻ ശല്യപ്പെടുത്താറില്ല. എടോ സമയം പോവാട്ടോ. വെറുതെ റെക്കോർഡ് ചെയ്യണം എനിക്ക്. ചവിട്ട് മോനെ ആക്കോ എനിക്കടാ. ഡംബൽ താണ്ട് എടുത്തോ. എന്തെങ്കിലും വെയിറ്റ് എടുക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും വരിക, എടുക്കുക, ഡെഡ് ലിഫ്റ്റ് എടുക്കുക, വേഗം വരിക. അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അല്ല, ഒരു മൊബൈൽ ജിമ്മ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ആണ് ഗൈസ്, മൊബൈൽ ജിമ്മ്. 10 രൂപ 10 വർഷം 10 രൂപ. ഇവൻ എന്തുകൊണ്ട് നിലത്ത് കിടത്തിയെന്ന് ചോദിച്ചാൽ, ഇവന് രാത്രി ഒരു പ്രശ്നമുണ്ട്. രാത്രി കിടക്കൽ മൂത്രം ഒഴിക്കും. അതുകൊണ്ട് ഇവനെ നിലത്ത് കിടത്തിയാണ് ഗൈസ്. അല്ലേ? സത്യം താ അവന്റെ ഫേസ് പറയും. ഫേസ് സൂം ചെയ്തോക്ക. അതിലൊന്നാണ് അക്കു എടുത്തത്. ഫോട്ടോസ് പറയണം. നീ എങ്ങോട്ടാ പോകുന്നത്? എറണാകുളത്താണ്. വർക്കലയ്ക്ക് പോവാറ്. എപ്പോഴെത്തും? ഇന്ത്യൻ റെയിൽവേന്റെ സർവീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാ? പറയും. ഇനി വേറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു പറ. അപ്പൊ കേട്ടോ, ആൻസർ ഇല്ലാത്തമാരെ കുട്ടികളുള്ള പ്രശ്നം അത് അല്ലേ? എന്താ ചോദ്യം? ഇന്ത്യൻ റെയിൽവേന്റെ സർവീസ് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1 സാനിറ്റൈസർ, 2 ട്രെയിനിന്റെ സമയം, 3 നമ്മുടെ കയ്യിലുള്ള ബിലോങ്ങിങ്സ്.
ടിക്കറ്റ് വേണ്ട. അത് വേണ്ട. വാച്ച് പുതിയതാണോ? അല്ല, കുറച്ച് പഴയല്ലോ. കാർട്ടിയർ ആണോ? അല്ല, ഏതോ ലോക്കലാ. ലോക്കലാ? ഏതാ സൈറ്റ്? നോട്ടി അമേരിക്ക ആണോ? നോട്ടി അമേരിക്ക ആണോ? ഇന്ത്യൻ റെയിൽവേയുടെ 3 നെഗറ്റീവ്. ഒന്നുമില്ല. നാളെ യാത്ര ചെയ്യണ്ടെന്ന് ഓർമ്മയുണ്ട്. പറ. 3 നെഗറ്റീവ് ഉണ്ട്. എല്ലാ റെയിൽവേക്കും നെഗറ്റീവ് ഉണ്ട്. 3 നെഗറ്റീവ് പറയണം. പറഞ്ഞാൽ മതിയോ? 3 നെഗറ്റീവുകളില്ല. 3 നെഗറ്റീവുകൾ ഇല്ല. അതെന്താ? ഡിപ്ലോമാറ്റിക് ആൻസർ ആണുള്ളത്. എനിക്ക് ഡിപ്ലോമാറ്റിക് ആൻസർ വേണ്ട. ധൈര്യമായിട്ട് പറയാം. 3 നെഗറ്റീവ് പറയുന്നോ? 3 നെഗറ്റീവ്. ഇന്ത്യൻ റെയിൽവേന്റെ 3 നെഗറ്റീവ്. വൃത്തി, ടൈം, നെഗറ്റീവ് ഇല്ല. ഡിപ്ലോമാറ്റിക് ആൻസർ ഒന്നുകൂടെ. അത്രയും മതി. ഇന്ത്യൻ റെയിൽവേന്റെ 3 പോസിറ്റീവ്. പ്രത്യേകിച്ച് ഉത്തരങ്ങളില്ല. പറയണോ? ഇനി എന്താ ആൻസർ പറയാണ്ടിരിക്കുന്നത്? അത് അക്കൗണ്ട് എടുത്ത് വെച്ചു. ഇവനെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയാൻ. എന്താ മനെ കക്കൂസ് പോണോ?